നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചില ആളുകളെ നമ്മൾ ബോധിപ്പിക്കുന്നു. അതുവഴി നമ്മൾ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. പ്രാർത്ഥന കൂടുതലായിട്ടും ദൈവത്തെ സന്നിധിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? വേണ്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടുതലും നമ്മൾ ദൈവത്തോട് പറയും. ഇന്നത് സാധിച്ചെന്നെ, ഇന്നത് സാധിച്ചെന്നെ വേണ്ടി നമ്മൾ പല ദൈവങ്ങളും പല ഇതും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. ചിലവർ അഗാധമായി പ്രാർത്ഥിക്കുന്നു, ചിലവർ വളരെ പേരിനൊന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പല രീതിയിലും പല ചടങ്ങുകളും ആ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് വരും, അല്ലേ? അപ്പം പ്രാർത്ഥന പല രൂപത്തിലും പല ഭാവത്തിലുണ്ട്. പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മുടെ ആഗ്രഹം നിറവേറ്റുക തന്നെയാണ്. നമുക്കുണ്ടായ അപേക്ഷകളൊക്കെ അറിയാത്ത ദൈവത്തിന്, നമ്മൾ കാണാത്ത ദൈവത്തിന് മുമ്പേ അവതരിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമ്മൾ അറിയാത്ത ആളെ മുമ്പിലും അവതരിപ്പിക്കുന്നുണ്ട്, അറിയുന്ന ആളുകളെ മുമ്പിൽ, സാധാ ജനങ്ങളുടെ മുമ്പിലും പ്രാർത്ഥന അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കെന്തോ കാര്യങ്ങൾ നമ്മുടെ അച്ഛനമ്മയിൽ നിന്ന് നേടണമെങ്കിൽ പ്രാർത്ഥന രൂപത്തിൽ നമ്മളൊന്ന് സാധിച്ചു തരണേ എന്ന് പറയും, അല്ലേ? അപ്പോൾ ആ പ്രാർത്ഥനകൾ മിക്കവാറും നമുക്ക് സാധിക്കാറുണ്ട്. നമുക്ക് റിസൾട്ട് അപ്പം തന്നെ അറിയാം. കാരണം നമ്മൾ നേരിട്ട് ഒരു കാണുന്ന രൂപത്തിന് മുമ്പിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അവർ സാധിച്ചു തരുമോ ഇല്ലയോ എന്നുള്ള ഉടനെ അറിയാം. എന്നാൽ കാണാത്ത രൂപങ്ങൾ, അദൃശ്യമായ ശക്തികളുടെ മുമ്പിൽ നമ്മൾ പല പ്രാർത്ഥനയും, നമുക്ക് യഥാർത്ഥ മനുഷ്യരിൽ നിന്ന് സാധിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ദൈവത്തെ വെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ അത് കാണാത്ത രൂപത്തിന് മുമ്പിലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പലവരും പറയും, കാണാത്ത രൂപത്തിന് മുമ്പിൽ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതിന് കാര്യമുണ്ടോ? കാരണം അതുണ്ടോ, ആ രൂപം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലല്ലോ, അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മുടെ ഒരു ആശ്വാസം, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആ ദൈവം സാധിക്കുമെന്നോ നമുക്കൊരു മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച പോലെ ആയിരിക്കും, അല്ലേ? നമ്മളെ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചു, ബാക്കി ദൈവത്തിൻ്റെ ഇത് എന്ന രീതിയിൽ അത് ശരിക്കും പ്രാർത്ഥന വളരെ നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇന്നത്തെ വിഷയം പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ പുറം ശക്തികളോടാണോ കൂടുതൽ പറയേണ്ടത്, അതോ നമ്മുടെ ആത്മീയ ശക്തിയോടാണോ കൂടുതൽ പറയേണ്ടത്? പുറം ശക്തിയോട് നമ്മൾ എന്താ പറയുക, പലവിധ ശക്തികളുണ്ട്. ഇത് പല രീതിയിലും പല ഭാവത്തിലും നമ്മുടെ പ്രാർത്ഥന അവതരിപ്പിക്കണം. അതിനതിൻ്റെതായ ചടങ്ങ് എല്ലാം ശരിയാണ്. അപ്പോൾ പുറം ശക്തികളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ പവർഫുൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയോട് പറയുന്നതായിരിക്കും. ഇപ്പം എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി എന്നോട് പറഞ്ഞിരിക്കുന്ന ചില ഇൻറ്റ്യൂഷൻസൊക്കെ ഇല്ലേ, അത് റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ചെയ്യരുത്, ഇവിടുന്ന് പോവുക, ഇന്ന് സ്റ്റെപ്പ് എടുക്കുക, ഇന്ന് പടി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവ് ചില കാര്യങ്ങൾ നമ്മളോട് പറയും. അത് നമ്മൾ കേട്ടാൽ നമ്മുടെ ജീവിതത്തിന് വളരെ നല്ലതാണ്. അതായത് പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലെ ആത്മീയശക്തി തന്നെയാണ്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. ആ ആത്മശക്തി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇതിനും വേണ്ടി എന്താണ് ഈ ജന്മ ഉദ്ദേശ്യം, അതിനെക്കൂടെ കൂടുതൽ വേറെ ആർക്കും അറിയില്ല. അപ്പം നമുക്ക് നേടേണ്ട കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആത്മീയ ശക്തിയോട് പറയുന്നതാണ് നല്ലത്. പുറം ശക്തികൾ ഉണ്ട്, പക്ഷേ ആ ശക്തികൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് സമയവും ബന്ധപ്പെടും. അതിൻ്റെ പ്രക്രിയയും വേറെ ആയിരിക്കും. അപ്പോൾ നമുക്കത് പലരും പറഞ്ഞല്ലേ, ആ ശക്തിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെക്കാട്ടി നല്ല നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശക്തിയെ നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ആ ശക്തിനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് നന്മ ഇതൊക്കെ വരും. പക്ഷെ പുറം ശക്തികളിൽ നിന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ അല്ലേ, ഒരു ശക്തിനെ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പല ദൈവങ്ങളും പല ശക്തികളും വന്ന് നമ്മളെ മൊത്തം കൺഫ്യൂഷനാക്കും. അതിനാണ് തന്നെ ആ പ്രാർത്ഥന നമ്മൾ മനസ്സിരുത്തി ഉള്ളിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഒന്ന് ആത്മധ്യാനം ചെയ്യും, അതാണ്. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ശക്തി നമ്മൾ പറയാം എന്താണ്. നമുക്ക് ചില കൺഫ്യൂഷൻ സംശയങ്ങൾ വരുമ്പോഴാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് നേടാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് അതിന് യഥാർത്ഥ ആവശ്യം എന്നുള്ളത് നമ്മുടെ ആത്മസ്വരൂപത്തിനെ അറിയും. അപ്പം നമ്മൾ അതിൽ നെഞ്ചത്ത് കൈവച്ച് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും.
ശക്തികൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് പ്രകൃതി ശക്തിയും പ്രകൃതിക്ക് യോജ്യമായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് നന്മയുടെ, പ്രകൃതിക്ക് നമ്മുടെ ചുറ്റുപാടുള്ളതിനെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രകൃതി ശക്തികൾ പ്രകൃതിയുടെ നന്മക്കും അതുകൊണ്ട് അതുവഴി നമ്മുടെ നന്മ സാധ്യമാവുന്നുണ്ട്, ഇല്ലയെന്നില്ല. പ്രകൃതിയുടെ ഭാഗമാണല്ലോ നമ്മളും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിലുള്ള, അപ്പോൾ അത് നമുക്ക് വളരെ എടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പുറം ശക്തികൾക്ക് നമുക്ക് അതിൻ്റെതായ പ്രക്രിയയും അതിൻ്റെതായ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാലേ കറക്റ്റായിട്ട്, ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അതിൻ്റെതായ ആചാരങ്ങൾ ഫോളോ ചെയ്യണം, അല്ലേ? പുട്ടപ്പുറത്തി പോകണമെങ്കിൽ വേറൊരു ആചാരം ഫോളോ ചെയ്യണം. പള്ളികളിലും മുസ്ലിങ്ങളിലും എല്ലാത്തിലും അതിൻ്റെതായ ആചാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അതിനായിട്ട് എത്രയോ ഭേദമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് സാധ്യം, അത് നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ. അതും നമ്മൾ കാണുന്നില്ല, ശരിയാണ്. അത് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ളൊരു ശക്തി ഉണ്ട്. ആ ശക്തി നമ്മളൊക്കെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെ അതിനോട് നമ്മൾ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടും. ഈ ഇൻറ്റ്യൂഷൻസും മൈൻഡ് ഇൻറ്റ്യൂഷൻസൊക്കെ അതാണ്. ശരിക്കും നമ്മൾ ധ്യാനം ചെയ്ത്, അല്ല അതിൻ്റെ ഒരു പവറിൽ കണ്ടെത്തണം നമ്മുടെ ഉള്ളിലെ ശക്തിയെ. പക്ഷെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമുക്ക് നെഞ്ചിൽ നമുക്ക് ഉള്ളിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ അത് കേൾക്കും എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ കൺകണ്ട ദൈവം എന്നൊക്കെ പറയുന്നില്ലേ. യഥാർത്ഥത്തിൽ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി തന്നെയാണ്. അത് ഈസി അപ്രോച്ചബിളാണ്, ഈസി നേരിട്ടാണ്. മറ്റ് ശക്തികൾക്ക് തർക്കമുണ്ട്. ശക്തികളിൽ എത്താൻ അതിൻ്റെതായ നമ്മുടെ സമയവും അതിൻ്റെതായ ഇതും വേണം, പവറൊക്കെ വേണം, അതിൻ്റെതായ ചടങ്ങും പൂജാരിയും അതിൻ്റെയൊക്കെ എല്ലാ പ്രോസസ്സും വേണം. പക്ഷേ ആത്മശക്തിക്ക് ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയല്ലേ, പിന്നെ അതിന് സ്പെഷ്യൽ പൂജയും അതിനൊന്നും വേണ്ട. അപ്പം നമുക്കത് വേഗം അപ്രോച്ച് ചെയ്യാം. അത് കണ്ടെത്തലാണ് നമ്മുടെ ഇത്. അത് ഇനിയിപ്പോൾ കണ്ടെത്താൻ വരും. നമ്മൾ ഉള്ളത് നമ്മുടെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് കേൾക്കും. നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ വിഷയം പ്രാർത്ഥനയെക്കുറിച്ച്. പ്രാർത്ഥന നമ്മുടെ ഉള്ളിനുള്ളിൽ ജപിക്കേണ്ട സാധനമാണ്. പുറം പ്രാർത്ഥനയും കാട്ടി ഏറ്റവും പവർഫുൾ നമ്മുടെ ഉള്ളിനുള്ളിലുള്ള ആ ശക്തിനെ പ്രാർത്ഥിക്കലാണ്, അതിനെ ഉണർത്തലാണ്, അതിനെ നമ്മൾ എന്താ പറയുക, അപേക്ഷ കൊടുക്കൽ, അതിൽ നിന്ന് നമുക്ക് ഉത്തരം നേടലാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മാർഗ്ഗനിർദ്ദേശം വരും എന്താണ്. കാരണം അതിനെ അറിയൂ ഈ ജീവിത ഉദ്ദേശം എന്താണ്, ഈ ജീവിതത്തിൽ എന്ത് നേടണം എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ അറിയും. അല്ല, എന്തോ ഒരു കർമ്മത്തിന് വേണ്ടി, എന്തോ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചത് തീർച്ചയായിട്ടും. പിന്നെ